യെസ്. അപ്പൊ നമ്മള് ലാസ്റ്റ് പറഞ്ഞു വെച്ചിരുന്ന ആരെ കുറിച്ചിട്ടായിരുന്നു? ഡൈനോ ഫ്ലജല്ലേറ്റുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ യുഗ്ലിനോയിഡുകളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നവരാണ് ആരൊക്കെ? ക്രൈസോഫൈറ്റ് വരുന്നുണ്ട്, ഡൈനോ ഫ്ലജല്ലേറ്റ് വരുന്നുണ്ട്, യുഗ്ലിനോയിഡുകൾ വരുന്നുണ്ട്, സ്ലൈം മൗൾസ് വരുന്നുണ്ട്, പിന്നെ ആരാ ലാസ്റ്റ് വരുന്ന? പ്രോട്ടോസോവകളാണ് വരിക. ഓക്കെ, അപ്പൊ അതിൽ മൂന്നാമത്തെ ആളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. യുഗ്ലിനോയിഡ്. യുഗ്ലിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിഭാഗവും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. യുഗ്ലിനോയിഡുകൾ എവിടെയാ മക്കളെ കാണപ്പെടുന്നത്? ഭൂരിഭാഗവും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് കേട്ടോ. മറ്റുള്ളതൊക്കെ നമ്മൾ സമുദ്രത്തിൽ കാണപ്പെടുന്നവരായിരുന്നു, ക്രൈസോഫൈറ്റും ഡൈനോഫ്ലജലേറ്റും. യുഗ്ലിനോയിഡുകൾ നമുക്ക് എവിടെയും കാണാം, ജലത്തിൽ കാണാൻ പറ്റും. കോശഭിത്തിക്ക് പകരം അവരുടെ ശരീരത്തെ വഴക്കമുള്ളതാക്കുന്ന പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവർക്കുണ്ട്. അപ്പൊ ഇവർക്ക് സെൽ വാൾ ഇല്ല. ഓക്കെ, ഓർത്തിരിക്കുക, യുഗ്ലിനോയിഡുകൾക്ക് കോശഭിത്തി, സെൽ വാൾ ഇല്ല. അതിന് പകരം എന്താണ്? പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്. പെല്ലിക്കിൾ എന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു പാളിയാണ് ഇവർക്കുള്ളത്. ഓർത്തിരിക്കുക, പെല്ലിക്കിളിന്റെ പ്രത്യേകത പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പാളിയാണത്. അപ്പൊ യുഗ്ലിനോയിഡുകൾ എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ കാണപ്പെടുന്നവരാണ്. ഇവർക്ക് കോശഭിത്തി, സെൽ വാൾ ഇല്ല. അതിന് പകരം പെല്ലിക്കിൾ എന്ന് പറയുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പാളി ഇവർക്കുണ്ട്. എന്താണുള്ളത്? പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പാളി ഇവർക്കുണ്ട്. ഇവയ്ക്ക് രണ്ട് ഫ്ലജല്ലകളുണ്ട്. നമ്മൾ ഡൈനോ ഫ്ലജല്ലേറ്റിനും കണ്ടിരുന്നു. അതുപോലെ ഇവയ്ക്കും രണ്ട് ഫ്ലജല്ലകളുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഒന്ന് ചെറുതും ഒന്ന് നീളമുള്ളത്. ഇത് കണ്ടോ മക്കളെ? ഈ കാണുന്നതാണ് കേട്ടോ ഫ്ലാജെല്ല എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഫ്ലാജെല്ല. അപ്പൊ ഇവയ്ക്ക് എന്താണ്? രണ്ട് ഫ്ലജെല്ലകളുണ്ട്. ഓർത്തിരിക്കുക, ഡൈനോഫ്ലജല്ലേറ്റ്സിന് രണ്ട് ഫ്ലജെല്ലകളുണ്ട്. ഇനി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവയാണെങ്കിലും സൂര്യപ്രകാശം നഷ്ടപ്പെടുമ്പോൾ ഇവ മറ്റു ജീവികളെ ഭക്ഷിക്കുന്ന പരപോഷികളാകുന്നു. അപ്പൊ ഇവര് രണ്ട് ടൈപ്പിൽ നിൽക്കും. നമ്മൾ പറയത്തില്ലേ, രണ്ട് വെള്ളത്തിൽ കാലുകുത്തി നിൽക്കാന്ന്? ആ ടീമുകളാണ് ഈ യുഗ്ലിനോയിഡുകൾ എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യും. സൂര്യപ്രകാശം നഷ്ടമാകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇവര് ഹെറ്ററോട്രോപ്സ് ആവും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പരപോഷികളാവും. ഉദാഹരണം, ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് യുഗ്ലീന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ യുഗ്ലിനോയിഡുകളുടെ കാര്യം ചിന്തിച്ചു വെക്കുക. ശുദ്ധജലത്തിലുണ്ട് പെല്ലിക്കിള്, അതായത് ഇവർക്ക് സെൽവാൾ ഇല്ല, പകരം പ്രോട്ടീൻ സമ്പുഷ്ടമായ പെല്ലിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണുള്ളത്. രണ്ട് ഫ്ലജല്ലകളുണ്ട്. സൂര്യപ്രകാശത്തിൽ ഇവര് ഓട്ടോട്രോപ്സ്, സ്വപോഷികളും അതിലെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ടും, സൂര്യപ്രകാശം നഷ്ടപ്പെടുമ്പോൾ ഇവര് ഹെറ്ററോട്രോപ്സ് ആയിട്ടും പരപോഷികളായിട്ടും കാണപ്പെടുന്ന യുഗ്ലീന എക്സാമ്പിൾ ആണ്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. യെസ്, സ്ലൈം മോൾഡുകൾ. ഇമേജ് ഒക്കെ എല്ലാവരും നോക്കി വെക്കണം കേട്ടോ. യെസ്. അപ്പം ഇപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾ പഠിച്ചല്ലോ മക്കളെ. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ്: ക്രൈസോഫൈറ്റ്, ഡൈനോഫ്ലജലേറ്റ്, യുഗ്ലിനോയിഡുകൾ. ഇവർ മൂന്നുപേരും സസ്യങ്ങളെ പോലെയുള്ള പ്രോട്ടിസ്റ്റുകൾക്ക് എക്സാമ്പിളുകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് സസ്യങ്ങളാണെന്ന് തോന്നിപ്പോകും. കാരണം ഇവര് സസ്യങ്ങൾ ഇന്ന് ഈ ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫംഗസ്. ഒറ്റയടിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗസ് പോലെ നമുക്ക് തോന്നുന്ന പ്രോട്ടിസ്റ്റുകൾ ഉണ്ട്. ഫംഗസുകളല്ല കേട്ടോ ഇവര്, അതുപോലെ തോന്നുന്നവരാണ്. അപ്പൊ ഫംഗസ് പോലെയുള്ള നമുക്ക് തോന്നുന്ന പ്രോട്ടിസ്റ്റിക് എക്സാമ്പിൾ ആണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. ദേ ഇമേജിലേക്ക് നോക്കിക്കോളൂ, സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. ഇതാണ് സ്ലൈം മോൾഡ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ഇതെന്താണ്? ഫംഗസ് പോലെയാണ് കാഴ്ചയിൽ തോന്നിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്ലൈം മോൾഡുകൾ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ്. നമ്മൾ ഇവരുടെ രീതി, ഭക്ഷണ രീതി നോക്കണം. ഇവര് ഫോട്ടോസിന്തസിസ് ഒന്നും നടത്തുന്നില്ല. ഇവര് ഫംഗസ് പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഫംഗസിന്റെ ഭക്ഷണ രീതി എന്താണ്? ഫംഗസിന്റെ എന്താ മക്കളെ? നമ്മൾ ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ കേടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പച്ചക്കറികൾ കേടായി കഴിയുമ്പോഴല്ലേ അതിൽ പൂപ്പൽ വരിക? പൂപ്പലാണ് ഫംഗസ് എന്ന് പറയുക. അപ്പം കേടായി എന്ന് പറഞ്ഞാൽ എന്താണ്? ചത്ത് ചീഞ്ഞവരാണ് അവര്. അവരെ കഴിക്കുന്നവരാണ് ഈ പറയുന്ന ഫംഗസ്, പൂപ്പലുകൾ എന്ന് പറയാ. ഫംഗസ് അതുപോലെ ചത്ത ചീഞ്ഞവരെ കഴിക്കുന്നെങ്കിൽ ഫംഗസ് പോലെയുള്ള സ്ലൈം മോൾഡ് എന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക? അതും എന്താണ്? ഇതുപോലെ ചത്ത ചീഞ്ഞതായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പൊ അതും സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ് സ്ലൈം മോൾഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഇവ കൂടിച്ചേർന്ന് വളർന്ന് അധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതായത് അനുയോജ്യമായി, ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു? ആ ഇവര് അഗ്രിഗേറ്റ് ചെയ്യുന്നു, കൂടി ചേർന്നിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് രൂപപ്പെടുന്നു. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പ്ലാസ്മോഡിയം എന്നാണ് പറയാ. എക്സാമ്പിൾ അല്ല, ആ ഒരു രീതിയെ നമ്മൾ പ്ലാസ്മോഡിയം എന്നാണ് പറയാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, വേറൊരു പ്ലാസ്മോഡിയം ഉണ്ടല്ലോ അസുഖങ്ങൾക്ക് കാരണമാവുന്ന പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയം അല്ല കേട്ടോ ഈ പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയം
നമ്മുടെ പ്രോട്ടോസോവയുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സ്ലൈം മോഡുകൾ കൂടിച്ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാസ്മോഡിയം എന്ന് ഇവിടെ പറയാം. രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. യെസ്. ഇനി പ്രതികൂല സാഹചര്യങ്ങളിൽ, അനുയോജ്യമായ സാഹചര്യങ്ങളിലാണ് ഇവരിങ്ങനെ കൂടിച്ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഗ്രൂപ്പായിട്ടിരിക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്ലാസ്മോഡിയത്തിന് രൂപമാറ്റം സംഭവിച്ച് അഗ്രഭാഗങ്ങളിൽ രേണുക്കൾ വഹിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡികളായി മാറുന്നു. അതായത് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഇവർ കൂടിച്ചേർന്ന് പ്ലാസ്മോഡിയം ആയിട്ടിരിക്കും. അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ പ്ലാസ്മോഡിയത്തിന് രൂപം മാറും. മാറിയിട്ട് ഇവരെന്താണ്? സ്പോറുകൾ ഉണ്ടല്ലോ, സ്പോർസ് ഫോം ചെയ്യും. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സ്പോർസ്, രേണുക്കൾ വഹിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ സ്പോർസ് ഉള്ള ഫ്രൂട്ടിംഗ് ബോഡികളായിട്ട് മാറുന്നു. പിന്നെ ഈ സ്പോർസ് വഴിയാണ് അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുക. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. യെസ്. അപ്പം ഈ ബീജാണുക്കൾക്ക് യഥാർത്ഥ കോശഭിത്തി ഉണ്ട്. ഈ സ്പോർട്സിന് എന്തുണ്ട്? യഥാർത്ഥമായിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. അതായത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഫോം ചെയ്ത സ്പോർട്സിന് സെൽ വാളുകളുണ്ട്, കോശഭിത്തികളുണ്ട്. അത് വളരെ പ്രതിരോധ ശേഷിയുള്ളതും വർഷങ്ങളോളം നിലനിൽക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇവരുടെ വിതരണം എന്തിലൂടെയാണ്? കാറ്റിലൂടെ. അപ്പൊ അത് വിൻഡ് വഴി ഈ സ്പോർട്സ് പറന്നു പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി അത് അവിടെ വ്യാപിച്ചോളും. ക്ലിയർ ആണോ? അതാണ് ഇവർ ഫംഗസ് പോലെ. ഫംഗസിന്റെ മിക്ക ക്യാരക്ടേഴ്സും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഫംഗസ് പോലെയുള്ള പ്രോട്ടിസ്റ്റ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതാണ് സ്ലൈം മോൾഡുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമ്മുടെ ഒരു സെഷനിൽ വരുന്ന ആളുകളാണ് പ്രോട്ടോസോവ. പ്രോട്ടിസ്റ്റയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരാളാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ജന്തുക്കളെ പോലെയുള്ള പ്രോട്ടിസ്റ്റുകളാണ് ഇവര് കേട്ടോ. സസ്യങ്ങളെ പോലുള്ളവർ ആരൊക്കെയാ നോക്കി വെച്ചോളൂ. ക്രൈസോഫൈറ്റ്, ഡൈനോഫ്ലജലേറ്റ്, യുഗ്ലിനോയിഡുകൾ. ഫംഗസ് പോലെയുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആരാണത്? ആരാണ് ഫംഗസ് പോലെ വരിക? സ്ലൈം മോൾഡുകൾ. ഇപ്പൊ വരുന്നതാണ് നമ്മുടെ പ്രോട്ടോസോവ. അവര് ജന്തുക്കളെ പോലെയാണ്. കാണുമ്പോൾ നമുക്ക് ആനിമൽ ആണെന്ന് സംശയം തോന്നുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോസോവയാണ് ഇവര്. ജന്തുക്കളെ പോലെയുള്ള പ്രോട്ടിസ്റ്റുകളാണ് ആരെന്ന് പറയുക. യെസ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. സ്ലൈം മോൾഡ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കളെ, അത് തെറ്റാണ് കേട്ടോ. അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. ഓക്കെ, അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട കേട്ടോ. യെസ്. അപ്പൊ ജന്തുക്കളെ പോലെയുള്ള പ്രൊട്ടിസ്റ്റുകളാണ് ആരെന്ന് പറയാ? പ്രോട്ടോസോവ എന്ന് പറയാ. എല്ലാ പ്രോട്ടോസോവൻസും പരപോഷികളാണ്. എല്ലാ പ്രോട്ടോസോവൻസും എന്താണ് മക്കളെ? പരപോഷികളാണ്. ഇവരാരും സ്വപോഷികളല്ല, പരപോഷികളാണ്. ഇവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. സ്വപോഷികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സസ്യങ്ങളെ പോലുള്ള 3 പേരിൽ കഴിഞ്ഞു. ബാക്കിയുള്ളവരും പരപോഷികളാണ്. അതിൽ തന്നെ സാപ്രോഫൈറ്റ് ആയിരുന്നു ആരെന്ന് പറയാ? നമ്മുടെ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണ്? പരപോഷിയാണ്. അവ ഇരപിടിയന്മാരോ പരാന്നഭോജികളായോ ജീവിക്കുന്നു. ഇരപിടിയന്മാർ എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പരാന്നഭോജി, പാരസൈറ്റോ ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ പ്രോട്ടിസ്റ്റുകളെ കാണാൻ പറ്റുക. പ്രോട്ടോസോവ എന്ന് പറയുന്ന പ്രോട്ടിസ്റ്റുകളെ നമുക്ക് ഇരപിടിയന്മാരോ പരാന്നഭോജികളൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുക. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. പ്രോട്ടിസ്റ്റ, പ്രോട്ടോസോവ രണ്ടും ഒന്നാണ്? അല്ല. പ്രോട്ടിസ്റ്റയിലെ തന്നെ ഒരു ഗ്രൂപ്പാണ് മക്കളെ പ്രോട്ടോസോവ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇനി ആ പ്രോട്ടോസോവേനെ നമുക്ക് പലതായിട്ട് വീണ്ടും തരംതിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമീബോയിഡ് പ്രോട്ടോസോവകള്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവകള്, സീലിയേറ്റഡ് പ്രോട്ടോസോവകള്, സ്പോറോസോവകള്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കൾ നോക്കി വെച്ചോളൂ. അമീബോയിഡ് പ്രോട്ടോസോവ എന്താന്ന് നോക്കാം നമുക്ക്. ഇവ ശുദ്ധജലത്തിലോ കടൽ ജലത്തിലോ ഈർപ്പമുള്ള മണ്ണിലോ വസിക്കുന്നു. അമീബോയിഡ് പ്രോട്ടോസോവകൾ എവിടേക്കാണ് ജീവിക്കുന്നത്? ഇവര് ശുദ്ധജലത്തിൽ കാണാൻ പറ്റും, കടൽ വെള്ളത്തിൽ കാണാൻ പറ്റും, അതായത് നനവുള്ള മണ്ണിലും ഇവരെ നമുക്ക് കാണാൻ പറ്റും. പടം തേയിരിക്കുന്നു അമീബോയിഡ് പ്രോട്ടോസോവ. ഓക്കെ. ഇവർക്ക് ചലിക്കുന്നതിന് അമീബോയിഡ്, നിങ്ങൾക്ക് ആളെ കിട്ടിക്കാണില്ലേ? ഇത് നമ്മുടെ അമീബയാണ്, വേറെ ആരുമല്ല. അമീബോയിഡ് പ്രോട്ടോസോവ അമീബയാണ് എക്സാമ്പിൾ പഠിക്കേണ്ടത്. ഓക്കെ. അതായത് ഇവർക്കപ്പോ ആരായിരിക്കും? ഇര പിടിക്കുന്നതിനും ചലിക്കുന്നതിനും ഇവർക്ക് ആരാ ഉള്ളത്? കപടപാദങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർക്ക് എന്തുണ്ട്? കപടപാദങ്ങളുണ്ട് ചലിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ കപടപാദങ്ങളുണ്ട്. കപടപാദങ്ങൾ ഇവർക്കുണ്ട് ചലിക്കുന്നതിനും ഇര പിടിക്കുന്നതിനും. കപടപാദങ്ങളുടെ ധർമ്മം കൂടി നോക്കി വെക്കുക. സമുദ്രജലത്തിൽ കാണുന്നവയ്ക്ക് സിലിക്ക ഷെല്ലുകൾ കൂടിയുണ്ട്. കണ്ടോ? യെസ്. അപ്പൊ അമീബോയിഡ് പ്രോട്ടോസോവ അതിന്റെ പ്രത്യേകത നോക്കിക്കോളൂ. ശുദ്ധജലത്തിലോ കടൽ ജലത്തിലോ ഈർപ്പമുള്ള മണ്ണിലോ ഇതിനെ കാണാൻ പറ്റും. അതുപോലെ ചലിക്കുന്നതിനും ഇര പിടിക്കുന്നതിനും ഇവർക്ക് കപടപാദങ്ങളുണ്ട്. സമുദ്രജലത്തിൽ കാണുന്നവയ്ക്ക് എന്തുണ്ട്? സിലിക്ക ഷെല്ലുകളും ഇവർക്കുണ്ട് അമീബോയിഡ് പ്രോട്ടോസോവകൾക്ക്. എക്സാമ്പിൾ എൻഡമീബ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പരാദങ്ങളാണ്. എൻഡമീബയൊക്കെ പാരസൈറ്റിന്റെ കൂട്ടത്തിൽ വരുന്നവരാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. പ്രോട്ടോസോവയിലെ അമീബോയിഡ് പ്രോട്ടോസോവകൾ. അടുത്തത് ഫ്ലജല്ലേറ്റഡ്. പേര് പോലെ തന്നെ നിങ്ങൾക്ക് പേരിൽ നിന്ന് കിട്ടും കേട്ടോ എക്സാമ്പിൾ ഒക്കെ. അമീബോയിഡ് പ്രോട്ടോസോവകൾ അമീബയാണ് എക്സാമ്പിൾ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ അതെന്തായിരിക്കും? ഫ്ലാജെല്ല ഉള്ളവരായിരിക്കും. ഫ്ലാജെല്ല ഉള്ളവരെ നോക്കിക്കേ, സ്വന്തമായി ജീവിക്കുന്നവയോ പരാന്നഭോജികളോ ആണ്. എന്താണ്? സ്വന്തമായിട്ട് ജീവിക്കുന്നവരോ മറ്റു ആളുകളെ പാരസൈറ്റിക്, ഓക്കെ, പാരസൈറ്റ് അതായത് മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് എന്തെന്ന് പറയുക? ഈ പറയുന്ന പ്രോട്ടോസോവയിൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. ഇവക്ക് എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്.
ഓക്കെ. യെസ്, ഇവർക്കും എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. മക്കളെ ഒരു തിരുത്തണ്ടേ, സ്വന്തമായി ജീവിക്കുന്നവരല്ല കേട്ടോ, സ്വതന്ത്രമായി ജീവിക്കുന്നവരാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ മലയാളത്തിന്റെ പ്രശ്നം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ സ്വതന്ത്രമായി ജീവിക്കുന്നവരോ പരാന്നഭോജികളാണ് കേട്ടോ. സ്വന്തമായി എന്ന് വെച്ചാൽ ഞാൻ അതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായി എന്ന് പറയുമ്പോൾ അത് ഓട്ടോട്രോപ്സിലേക്ക് വരും, ഇവര് ഓട്ടോട്രോപ്സുകാരല്ലോ എന്ന് അതാ ഞാൻ ചിന്തിച്ചേ. യെസ്, സ്വതന്ത്രമായി, ഓക്കെ, ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരെന്നാണ് കേട്ടോ അർത്ഥം വരിക. മക്കൾ ഓർത്ത് വെക്കുക, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകൾ സ്വതന്ത്രമായി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ പരാന്നഭോജികളോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരസൈറ്റ്സോ ആയിരിക്കാം. ഇവയ്ക്ക് ഫ്ലജെല്ല ഉണ്ട്. ഇവരുടെ പ്രത്യേകത കണ്ടതിനെ നോക്കിക്കേ, ഈ കാണുന്ന ഒരു ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, കണ്ട, ഇതാണ് ഫ്ലജെല്ല. ഇവർക്ക് എന്തുണ്ട്? ഫ്ലജെല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഇതിലൊരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാനുള്ളത് ട്രിപ്പനസോമ ഗാംബിയൻസ് ആണ് പഠിക്കാനുള്ളത്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം ക്രിയേറ്റ് ചെയ്യുന്ന ട്രിപ്പനസോമയാണ് അതിനൊരു എക്സാമ്പിൾ വരിക കേട്ടോ. അത് ഓർത്തിരിക്കുക, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ. അടുത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോവ, അതായത് അവരുടെ ശരീരത്തിൽ സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. മക്കളെ, ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ചലിക്കാൻ ഫ്ലജെല്ല ഉള്ളവർ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ. ട്രിപ്പനോസോമ എക്സാമ്പിൾ ആണ്. സീലിയേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കാൻ സീലിയ ഉള്ളവര്. ഓക്കെ, സീലിയ ഉള്ളവരെയാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുക. ഇവിടെ കോശോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന അറയുണ്ട്. അതായത് നോക്കിക്കേ, പാരമീസിയാണ് മക്കളെ ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. ദിസ് ഇസ് ഇമേജ് ഓഫ് പാരമീസിയം. പാരമീസിയത്തിന്റെ പ്രത്യേകത നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. കണ്ടോ, ഇതാണ് പുറത്തേക്ക് തുറക്കുന്ന ഈ ഒരു സ്ട്രക്ചർ പാരമീസിയത്തിന്. അതിനെ നമ്മൾ എന്തെന്ന് പറയാ? യെസ്, ഇതിനെ നമ്മൾ ഗള്ളറ്റ് എന്നാണ് പറയാ കേട്ടോ. ഗള്ളറ്റ് ഇത് ഇങ്ങോട്ട് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിനെ നമ്മൾ ഗള്ളറ്റ് എന്നാണ് പറയാ. അങ്ങനെ ഒരു സ്ട്രക്ചർ ഇവർക്കുണ്ട്. ഓക്കെ, പാരമീസിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ പാരമീസിയത്തിന്റെ കേസിൽ? ക്ലിയർ ആണല്ലോ? യെസ്, അപ്പൊ ഇങ്ങനെ ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി അതിനുണ്ട്. യെസ്, അപ്പൊ നോക്കിക്കോളൂ, എക്സാമ്പിൾ പാരമീസിയം. പിന്നെ ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് പ്രോട്ടിസ്റ്റുകളിൽ സ്പോറോസോവകൾ. സ്പോറോസോവകൾ എന്ന് പറയുമ്പോൾ രോഗം പരത്താൻ കഴിയുന്ന രേണുക്കൾ കാണപ്പെടുന്നു സ്പോറോസോവകളിൽ കേട്ടോ. ഓർത്തിരിക്കുക, പ്ലാസ്മോഡിയം, മലമ്പനി വരുത്തുന്ന പ്ലാസ്മോഡിയം സ്പോറോസോവയിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, ഇതാണ് സ്പോറോസോവയുടെ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് സെഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ കവർ ചെയ്യുക. ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് കിങ്ഡം വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ മൊണീറ പഠിച്ചു, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് മാത്രമേ പഠിച്ചുള്ളൂ. അതിൽ നമുക്ക് സിലബസിലുള്ള എടുത്ത് പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, പ്ലാസ്മോഡിയം വൈവാക്സ്, ട്രിപ്പനോസോമ ഗാംബിയൻസ്, അത് മൂന്നും കൂടി നോക്കാനുണ്ട്. അത് കഴിഞ്ഞാലാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് തീരുള്ളൂ. ഓക്കെ, അപ്പൊ അത് അടുത്തൊരു ക്ലാസ്സിൽ ടീച്ചർ അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.